ഓക്കെ, നമുക്കപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ബ്രിട്ടീഷുകാരുടെ ആഗമനമായിരുന്നു. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അതിനകത്ത് നമ്മൾ പോർച്ചുഗീസും ഫ്രഞ്ചൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയിട്ട് അവരുടെ സംഭാവനകൾ എന്തൊക്കെ, ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതിൽ സംഭാവനകളിൽ കുറച്ചുകൂടി നമുക്ക് പറയാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സംഭാവനകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ സാംസ്കാരിക മേഖലയിലുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഗതാഗത വ്യാവസായിക മേഖലകളിൽ അവർ എന്തൊക്കെ ചെയ്തു അത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് അവരുടെ സംഭാവന എന്തൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആധുനിക വൈദ്യം, അതായത് നമ്മൾ ഈ അലോപ്പതി, നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ആയുർവേദമൊക്കെ ആയിരുന്നു. അപ്പൊ അലോപ്പതി അല്ലെങ്കിൽ ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് എങ്ങനെയാണ്? നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഇനി വസൂരി തടയാനുള്ള കുത്തിവെപ്പ് നമ്മൾ ആദ്യം നടത്തിയത് എവിടെയാന്ന് ചോദിച്ചാൽ അത് മലബാറിലാണ്. വസൂരി തടയാനുള്ള നമ്മുടെ കുത്തിവെപ്പ് ആദ്യമായിട്ട് നടത്തിയത് മലബാറിലായിരുന്നു. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാര് സർക്കാർ ആശുപത്രികൾ ആരംഭിച്ച പ്രദേശങ്ങളാണ് മലബാറും തിരുവിതാംകൂറും കൊച്ചിയും. മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാര് സർക്കാർ ആശുപത്രികൾ ആരംഭിക്കുകയുണ്ടായി. ഓക്കെ, സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. യെസ്, ഓക്കെ, ഇതാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക വൈദ്യം കൊണ്ടുവന്നു, അതുപോലെ വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് അതായത് വാക്സിനേഷൻ കൊണ്ടുവന്നു. പിന്നെ കേരളത്തില് മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ അവര് സർക്കാർ ആശുപത്രികൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. നിയമവ്യവസ്ഥ കേരളത്തില് പരമ്പരാഗത വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ഓക്കെ, കൊളോണിയൽ ഭരണത്തിന് മുൻപ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിൽ പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥയാണ് സത്യപരീക്ഷ. അതായത് നമുക്ക് ജാതി അനുസരിച്ചിട്ടാണ് ശിക്ഷയുടെ കാഠിന്യം അല്ലെങ്കിൽ എങ്ങനെ ശിക്ഷ വിധിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത്. ഇപ്പൊ താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ ഇപ്പോ തിളച്ചെണ്ണയിൽ കൈ മുക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ കൈ പൊള്ളിയിട്ടില്ല എങ്കിൽ അവര് കുറ്റം ചെയ്തിട്ടില്ല, പൊള്ളിയിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള കിരാതമായ ചില വിധികളൊക്കെയാണ് അല്ലെങ്കിൽ സത്യപരീക്ഷകളൊക്കെയാണ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിൽ കൊളോണിയൽ ഭരണത്തിന് മുൻപ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥയെ നമ്മൾ അറിയപ്പെടുന്നത് സത്യപരീക്ഷ എന്നാണ്. ഇനി ബ്രിട്ടീഷുകാരെ കേരളത്തിൽ നടപ്പാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ കേരളത്തിൽ നടപ്പാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് നിയമവാഴ്ചയാണ്, അതായത് റൂൾ ഓഫ് ലോ. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അതായത് നിയമം വാഴുന്നു അല്ലെ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. ഇനി നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെങ്കിൽ എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഉള്ളതാണ്. ഇതും നമ്മുടെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്നാണ് പറയുന്നത്. അതിന് വലിപ്പച്ചെറുപ്പം, റിച്ചെന്നോ പൂവർന്നോ ഇല്ല, അല്ലെങ്കിൽ അധികാരത്തിൻ്റെതായ ഒന്നുമില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അപ്പൊ നിയമവാഴ്ച, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്ന രണ്ട് ആശയങ്ങളും കേരളത്തില് ബ്രിട്ടീഷുകാര് നടപ്പാക്കിയ അവരുടെ അടിസ്ഥാന തത്വങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് കേണൽ ജോൺ മൺറോയെ കുറിച്ച് കാണാം. കേണൽ ജോൺ മൺറോയെ കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേണൽ ജോൺ മൺറോ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷിന്റെ പരോക്ഷ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അപ്പൊ അവിടെ എങ്ങനെയാണ് അവര്
ഭരണം നടത്തിയിരുന്നെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഒരു യൂറോപ്യൻ അവിടെ അവരുടെ പ്രതിനിധി തിരുവിതാംകൂറിൽ താമസിക്കുകയും അങ്ങനെ അവര് രാജാക്കന്മാർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. അപ്പോ അവര് പ്രത്യക്ഷത്തിൽ അവര് രാജാവായിട്ടോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ടോ അവിടെ വാണില്ലെങ്കിലും അവരോടെ താമസിക്കുകയും നമ്മുടെ ഭരണാധികാരികളെ അവർ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ തിരുവിതാംകൂറില് ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? കേണൽ ജോൺ മൺറോ. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ്, ആദ്യത്തെ റെസിഡന്റ് ആണ്. ഇദ്ദേഹം നിയമിതനായത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള റാണി ഗൗരി ലക്ഷ്മിബായി അവിടെ ഭരിച്ചിരുന്ന സമയത്താണ് കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡന്റായിട്ട് നിയമിതരായത്. ഇനി ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായിട്ട് നിയമിതനായി. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായി. ഉമ്മിണിത്തമ്പി ആരാന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നമ്മൾ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഉമ്മിണിത്തമ്പിയെ കുറിച്ചൊക്കെ പഠിക്കും. ഉമ്മിണിത്തമ്പി തിരുവിതാംകൂർ ദിവാനായിരുന്നു. അതായത് മന്ത്രിക്ക് തുല്യമായ പദവികൾ വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മിണിത്തമ്പി. അപ്പൊ അതിനുശേഷം ഈ ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറുകാരന് ശേഷം പിന്നെ ദിവാനായിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി പദവി പോലെ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പ്രധാനിയായിട്ട് വന്നത് ആരായിരുന്നു? കേണൽ ജോൺ മൺറോ ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനായിരുന്നു അല്ലെ. ഇപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന വ്യക്തിയായിട്ട് മാറി. അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനായിട്ട് മാറി. മറ്റൊരു കാര്യം എന്താണ്? തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ, തിരുവിതാംകൂറിൽ അവിടെ താമസിച്ച് ദിവാൻ പൊസിഷനിൽ ഇരുന്ന് അവിടെ ജോലി ചെയ്ത ആദ്യത്തെ വ്യക്തി, ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ആരാണ്? ആദ്യത്തെ റെസിഡന്റ് ദിവാൻ ആരായിരുന്നു? കേണൽ ജോൺ മൺറോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് കേണൽ ജോൺ മൺറോയെ കുറിച്ച് പറയാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്, ആദ്യത്തെ യൂറോപ്യൻ ദിവാനാണ്, ആദ്യത്തെ റെസിഡന്റ് ദിവാനാണ്. ഓക്കെ, ഇതൊക്കെയാണ് ജോൺ മൺറോ. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ റെസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ദിവാനായിട്ടൊക്കെ നിയമിതനായത്. അപ്പൊ അദ്ദേഹം ഇവരിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം കൊച്ചിയിലെയും ആദ്യത്തെ ദിവാനായിരുന്നു കേട്ടോ. കൊച്ചിയിലെയും ആദ്യത്തെ ദിവാനായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആണ്. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ആദ്യത്തെ ദിവാനായിട്ട് കൂടിയാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത്. കൊച്ചിയും തിരുവിതാംകൂറുമാണ് ബ്രിട്ടീഷുകാരെ പരോക്ഷമായിട്ട് ഭരിച്ച സ്ഥലം. എന്നാൽ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. അതെങ്ങനെയാണ് നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായത് എന്ന് നമ്മൾ തുടർന്ന് നമ്മൾ കാണും. ഓക്കെ, ഇനി കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്തു. കണ്ടോ, കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്ത ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് ആര്? നമ്മുടെ ജോൺ മൺറോ. ഇനി തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജോൺ മൺറോ ആണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ. ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകളും ദിവാന്റെ അറിവോടും കയ്യൊപ്പോടും കൂടി നടത്തണമെന്ന് നിഷ്കർഷിച്ചു. അതായത് സർക്കാരിന്റെ എന്ത് സർക്കുലറോ എഴുത്തോ പോയാലും അവിടെ ആരുടെ കയ്യൊപ്പ് വേണം? ദിവാന്റെ കയ്യൊപ്പ് വേണം. ഇപ്പൊ നമ്മൾ സർക്കാരിന്റെ ഓർഡറുകളൊക്കെ ഇറക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ സൈൻ വേണം അല്ലെ. അതുപോലെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ ദിവാന്റെ ഒപ്പ് വേണം. അദ്ദേഹം അറിഞ്ഞിട്ടാണ് എന്തും നടത്താൻ പാടുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഭരണത്തിൽ എത്രമാത്രം പിടിപാട് ഈ പറയുന്ന ദിവാന് ഉണ്ടായിരുന്നു എന്ന് അല്ലെ. ഇനി ഭൂമി സംബന്ധമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യമാണ് ഓരോ ഭൂവുടമയ്ക്കും കൈവശമുള്ള ഭൂമിയുടെ വിസ്തീർണം, ഇനം, നികുതി മുതലായവ നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു. പട്ടയം കൊടുക്കണ പരിപാടി തിരുവിതാംകൂറിൽ നടപ്പാക്കിയ വ്യക്തിയാണ്. അത് കുറെ കൂടി കൃത്യമായിട്ട് നടപ്പിലാക്കിയ വ്യക്തിയാണ് ജോൺ മൺറോ. അപ്പൊ പട്ടയം കൊടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? ഭൂമിയുടെ വിസ്തീർണം അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതിനം ഭൂമിയാണ്, നമ്മളിപ്പോ പറയില്ലേ കരഭൂമിയാണ് അല്ലെങ്കിൽ അത് പാടമാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇനം, അതുപോലെ നികുതി, അതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു. അതുപോലെ
കരക്കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആര്? കേണൽ ജോൺ മൺറോ. അപ്പൊ കുടിശ്ശിക കൃത്യമായിട്ട് പിരിച്ചെടുത്തു, പൊതുമുതൽ അപഹരിക്കുന്നത് തടയാനായിട്ട് കർശനമായ ചട്ടങ്ങൾ കൊണ്ടുവന്നു. അതായത് അഴിമതിയൊക്കെ തടയാം. അഴിമതി എന്ന് പറയാൻ ബ്രിട്ടീഷ് അഴിമതി അല്ല, പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ തന്നെയുള്ള അല്ലെങ്കിൽ രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ അല്ലെ പൊതുമുതൽ അപഹരിക്കുന്നതൊക്കെ തടയാനായിട്ട് ചട്ടങ്ങൾ കൊണ്ടുവന്നു. മറ്റൊരു പ്രത്യേകത ഇതാണ്, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഓഡിറ്റും അക്കൗണ്ട് സമ്പ്രദായവും നടപ്പിലാക്കി. ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം വളരെ ഇഫക്റ്റീവായിട്ട് കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് ജോൺ മൺറോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നികുതികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നികുതികളൊക്കെ നീക്കം ചെയ്തു. പിന്നെ കാരിക്കാർ, നമ്മളിപ്പോ പറയുന്ന തഹസിൽദാർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അത് ആ തിരുവിതാംകൂറിൽ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത് കാരിക്കാർ എന്നായിരുന്നു. അപ്പൊ കാരിക്കാർ എന്ന് പറയുന്ന ഉദ്യോഗ പേര് അവർ എന്താക്കി മാറ്റി? തഹസിൽദാർ എന്ന് മാറ്റി. അപ്പൊ കാരിക്കാർ എന്ന് പറയുന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്ന പേര് മാറ്റി. അതുപോലെ അയാൾക്ക് തഹസിൽദാർക്ക് ഉണ്ടായിരുന്ന ചുമതലകൾ നികുതി പിരിക്കൽ മാത്രമല്ല, സൈനികവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. സൈനികമായ കാര്യങ്ങൾ തീരുമാനിക്കാനും അതുപോലെ എന്തെങ്കിലും നീതിന്യായപരമായ ഒത്തുതീർപ്പുകൾ, കാര്യങ്ങൾ, വിധി പ്രഖ്യാപനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നീക്കിയിട്ട് നികുതി പിരിക്കുന്ന ചുമതല മാത്രം നൽകി. കണ്ടോ, സൈനികവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസിൽദാർക്ക് നൽകി. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് കേണൽ ജോൺ മൺറോ. അപ്പൊ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടു. നമ്മൾ പറഞ്ഞു, അദ്ദേഹം റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായിട്ട് നിയമിതനായത്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു, ആദ്യത്തെ യൂറോപ്യൻ ദിവാനായിരുന്നു, ആദ്യത്തെ റെസിഡന്റ് ദിവാനായിരുന്നു, കൊച്ചിയിലെ ആദ്യത്തെ ദിവാനായിരുന്നു. കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്തു. പിന്നെ ഭൂമിക്ക് പട്ടയം കൊടുത്തു, കുടിശ്ശിക കൃത്യമായിട്ട് പിരിച്ചെടുത്തു. ഓക്കെ, പിന്നെ അവര് ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നു. പിന്നെ അനാവശ്യമായിട്ടുള്ള നികുതികൾ നീക്കം ചെയ്തു. തഹസിൽദാർ എന്ന പേര് കൊടുത്തു. കാരിക്കാർ എന്ന ഉദ്യോഗ പേര് മാറ്റി തഹസിൽദാർ എന്നുള്ള പേര് മാറ്റി തഹസിൽദാർക്ക് നികുതി പിരിക്കുന്ന ചുമതല മാത്രം കൊടുത്തു. പിന്നെ ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാനുള്ള അനുവാദവും നൽകി. ഇതൊക്കെയാണ് ജോൺ മൺറോ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ. ഇനി കുറെ അധികം പരിഷ്കരണങ്ങൾ ബ്രിട്ടീഷുകാർ വരുത്തി. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോ അവര് ഭരണത്തിൽ കൈകടത്ത മാത്രമല്ല, കുറെ അധികം ഡെവലപ്മെന്റ്സ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായി. അപ്പൊ ആ മാറ്റങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു, കൊച്ചിയിലും ഉണ്ടായിരുന്നു, പിന്നെ മലബാറിലും ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. പരിഷ്കരണങ്ങളിലൂടെയുള്ള ആധുനികവൽക്കരണം, അതിൽ കുറെ കാര്യങ്ങൾ അവർ ചെയ്തത് അവരുടെ വ്യവസായവും അവരുടെ വ്യാപാരവും ഒക്കെ നന്നായി നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് അത് നമുക്കും ഉപകാരപ്രദമായിട്ട് മാറിയ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തിരുവിതാംകൂറിൽ എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കാം. തിരുവിതാംകൂറില് ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാന്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തു. പട്ടയം നമ്മൾ പറഞ്ഞു, ജോൺ മൺറോ പട്ടയം കൊടുക്കാൻ നേതൃത്വം കൊടുത്തു അല്ലെ. അപ്പൊ അതിനകത്ത് ഒരു കുടിയാന്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവയൊക്കെ അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 1812 അടിമത്തം നിരോധിച്ചു. നമ്മളോട് ചോദിക്കാറുണ്ട്, തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം ഏത് വർഷമാണ്? 1812. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. ഇതാരാ ചെയ്യിച്ചത്? ഇതിന്റെ പുറകിലുള്ള ബുദ്ധി ആരുടെയാണ്? ആരാണ് ഇതിന്റെ പുറകിലുള്ള ബുദ്ധി? നമ്മുടെ ജോൺ മൺറോ അല്ലെ. ഒന്ന് ടൈപ്പ് ചെയ്തേൻ, തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം. ഒന്ന് ടൈപ്പ് ചെയ്തേൻ, ടൈപ്പ് ചെയ്യാമോ? തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം. ഓക്കെ, സിയോൺ 1812 അല്ലെ. 1812. അനീഷ 1812. ആരാണ് അടിമത്തം നിരോധിച്ചത്? അടിമത്തം നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആരാണ്? ഓക്കെ, റാണി ലക്ഷ്മിബായി. സേറാ നിക്സൺ ആദ്യം പറഞ്ഞു.
ഇനി മറ്റു കാര്യമാണ് 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു. 5 ജില്ലാ കോടതി സ്ഥാപിക്കുന്നു, ഒരു അപ്പീൽ കോടതി സ്ഥാപിക്കുന്നു. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. ഇന്നും നമ്മളിപ്പോ പറയും ഗുരുവായൂർ ദേവസ്വം അല്ലെ, അല്ലെങ്കിൽ എന്താണ് കൊച്ചിൻ ദേവസ്വം എന്നൊക്കെ പറയും. ഇതൊക്കെ സർക്കാർ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇവിടേക്കൊക്കെ പരീക്ഷ നടത്തുന്നതൊക്കെ എന്താണ് ദേവസ്വത്തേക്ക് നമ്മൾ പ്രത്യേകം പരീക്ഷയൊക്കെ എഴുതിയിട്ടാണ് അവിടെ കയറണത് അല്ലെ. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത്. അപ്പൊ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത വർഷം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഏത് വർഷമാണ്? ഏത് വർഷമാണ് ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത്? 1811 അല്ലെ മെൽവി. ഓക്കെ. ഇനി മറ്റ് പല മേഖലകളിലും നമ്മൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതാണ് നാണയങ്ങൾ കൊണ്ടുവന്നു, വാർത്താവിനിമയ സൗകര്യങ്ങൾ കൊണ്ടുവന്നു, കൃഷി, വാണിജ്യം, അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ നമ്മൾ പുരോഗതി കൈവരിച്ചു. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതൊക്കെ പിന്നീട് നമുക്കതൊക്കെ ഉപകാരപ്രദമായിട്ട് മാറി. മറ്റൊരു കാര്യമാണ്, ചില നികുതികൾ ഉണ്ടായിരുന്നു, ചില ഫ്യൂഡൽ നികുതികൾ. അതായത് ഭൂമി കൈവശം കൂടുതലായിട്ട് വെച്ചിരുന്ന ഭൂവുടമകളെ പിരിച്ചിരുന്ന നികുതികളാണ് തലവരിക്കരം, ഊഴിയം എന്നൊക്കെ പറയുന്നത്. ഊഴിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലി കൊടുക്കാണ്ട് വേല ചെയ്യിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയൊരു ശമ്പളം കൊടുക്കുക, അതാണ് ഊഴിയം. അപ്പൊ തലവരിക്കരം, ഊഴിയം എന്ന് പറയുന്ന ഫ്യൂഡൽ നികുതികളൊക്കെ നിരോധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ കൂടിയ വർഷം ഏതാണ്? ഏത് വർഷമാണ്? ഏത് വർഷമാണ്? കമന്റ് ചെയ്യൂ. ഏത് വർഷമാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്? ഇത് പിന്നീട് ശ്രീമൂലം പ്രജാസഭ എന്നറിയപ്പെട്ടു. 1888 അല്ലെ. എത്ര അംഗങ്ങളാണ്? 8. 1888 8 അംഗങ്ങൾ അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിരവധി ഫാക്ടറികള്, ജലവൈദ്യുത പദ്ധതികള്, പാലങ്ങള്, കനാലുകള്, പോസ്റ്റ് ഓഫീസുകൾ, ഇവയൊക്കെ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ ഇതൊക്കെ തിരുവിതാംകൂറില് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഫലമായിട്ടുണ്ടായ ആധുനികവൽക്കരണങ്ങളാണ്. ഓക്കെ, നമുക്ക് കൊച്ചിയിലോട്ട് പോവാം. കൊച്ചിയിൽ എന്തൊക്കെയാണ് നടത്തിയത്? കൊച്ചിയില് കീഴ്ക്കോടതികളും ഹജൂർ കോടതിയും സ്ഥാപിക്കപ്പെട്ടു. കീഴ്ക്കോടതികളും പിന്നെ അതിന് മുകളിലുള്ള ഒരു കോടതി, അതാണ് ഹജൂർ കോടതി ഉദ്ദേശിക്കുന്നത്. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. 1845 അടിമത്തം നിർത്തലാക്കി. അപ്പൊ കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ഏതാണ്? ഏതാണ്? കമന്റ്. കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം 1845. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം? തിരുവിതാംകൂറിൽ ഏത് വർഷമാണ്? തിരുവിതാംകൂറിൽ 1812 അല്ലെ അർച്ചന? 1812. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ നടപ്പിലാക്കി. അപ്പൊ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. കണ്ടോ, ഈ വകുപ്പുകളൊക്കെ സ്ഥാപിക്കുന്നു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. കണ്ടോ, കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട്, അതായത് ഇത്ര കാലം അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, അത്രയും നാളെ അവർക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കാം, അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാം. അങ്ങനെ അവരെ ഇറക്കി വിടാൻ പാടില്ല. അതായത് ഈ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ വിളവില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഈ ഭൂവുടമകളൊക്കെ ഇവരെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടും. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല. അവർക്ക് കുടിയന്മാർക്ക് അവകാശം ഉണ്ട് അവിടെ. ആ രീതിയിൽ കൊച്ചി കുടിയായ്മ നിയമം പാസ്സാക്കി. മറ്റൊരു പ്രത്യേകത, സർക്കാരിലേക്ക് ആളുകളെ, ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡും സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കൊച്ചിയിൽ നടപ്പിലാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊച്ചിയിൽ നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് മലബാറിലേക്ക് പോവാം. മലബാറിൽ എന്തൊക്കെ കാര്യം നടപ്പിലാക്കി? തിരുവിതാംകൂറിലും കൊച്ചിയിലും അടിമത്തം നിർത്തലാക്കിയിട്ടുണ്ട്, ഗതാഗത സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ദേവസ്വങ്ങൾ സർക്കാരിന്റെ കീഴിലാക്കിയിട്ടുണ്ട്, പിന്നെ കോടതികൾ. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ. മലബാറിലേക്ക് പോകുമ്പോൾ വീണ്ടും കോടതികൾ സ്ഥാപിച്ചു. ഇവിടെ ജില്ല, പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു അല്ലെ. ജില്ല, പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു.
റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചു. ധാരാളം റോഡുകൾ, അല്ലെ, റോഡുകളുടെ ശൃംഖല നിർമ്മിച്ചു. മറ്റൊരു കാര്യം, അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധ വ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചു. അഞ്ചരക്കണ്ടിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച സുഗന്ധ വ്യഞ്ജനത്തോട്ടം എവിടെയാണ്? ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അഞ്ചരക്കണ്ടിയിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം എന്ന് പറയുന്നതും ഈ അഞ്ചരക്കണ്ടിയിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം തന്നെയാണ്. പഴശ്ശി വിപ്ലവ കാലത്ത് നശിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷുകാരുടെ തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലെ ഈ തോട്ടം. കണ്ടോ? അപ്പൊ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു. നഗരസഭകൾ സ്ഥാപിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. എവിടെയൊക്കെ? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ അവര് നഗരസഭകൾ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് റെയിൽവേ ബന്ധം സ്ഥാപിച്ചു. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആദ്യത്തെ റെയിൽവേ വന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ഒന്ന് പറയാമോ? ഏത് വർഷത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? നമുക്ക് ആദ്യമായിട്ട് റെയിൽവേ വന്നത് ഏത് വർഷമായിരുന്നു കേരളത്തില്? ഓർക്കുന്നുണ്ടോ നിങ്ങള്? ആൻമരിയ പോൾ 1861 എവിടെ? ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്, അല്ലെ, മലബാറിലായിരുന്നു അത് വന്നത്. അപ്പൊ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ട് റെയിൽവേ ബന്ധം വന്നു. അപ്പൊ ആദ്യമായിട്ട് റെയിൽവേ നമുക്ക് അവിടെയാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് എളുപ്പമാണ്, അല്ലെ, മറ്റു ഭാഗങ്ങളിലേക്ക് റെയില് അവിടെ നിന്ന് നീട്ടുന്നു. ഇനി നിലമ്പൂരിൽ തേക്ക് തോട്ടം സ്ഥാപിച്ചു. അപ്പൊ നിലമ്പൂരിൽ, അപ്പൊ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തേക്ക് തോട്ടം എവിടെയാണ്? നിലമ്പൂരാണ്. സുഗന്ധ വ്യഞ്ജനത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ്. ഇനി തടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. അപ്പൊ തടി കൊണ്ടുപോകുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കനാൽ നിർമ്മിച്ചത്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു കനാലാണ് ഇത്, കനോലി കനാൽ. കനോലി കനാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തടി കൊണ്ടുപോകുന്നതിനാണ് പ്രധാനമായിട്ടും കനോലി കനാൽ മലബാറിൽ നിർമ്മിച്ചത്. പിന്നെ തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. കാരണം തടി കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം കനാൽ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നടന്ന നമ്മുടെ പരിഷ്കരണങ്ങളും അവരുടെ സംഭാവനകളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി നമ്മൾ അടുത്തേക്ക് പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇനി അവർക്കെതിരെ കുറച്ച് എതിർപ്പുകൾ നേരിടുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ പ്രധാനമായിട്ട് നേരിട്ടത് 2 തരം എതിർപ്പുകളാണ്. ഒന്ന്, മൈസൂർ ഭരണാധികാരികളുടെ എതിർപ്പ്. കാരണം മൈസൂർ രാജാക്കന്മാർക്ക് മലബാറിൽ ആധിപത്യം ഉണ്ടായിരുന്നു. മലബാർ ആദ്യം അവരുടെ കീഴിലായിരുന്നു. അപ്പൊ അവരോട് മൈസൂർ കിങ്ഡത്തോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മലബാർ പിടിച്ചെടുത്തത്. ഓക്കെ, മൈസൂർ കിങ്ഡം എന്ന് പറയുമ്പോൾ അത് ഹൈദരാലി, ടിപ്പു സുൽത്താൻ. ഹൈദരാലി അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ. അവരോട് യുദ്ധം ചെയ്തിട്ടാണ് മലബാർ പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അതുപോലെ കേരളത്തിലുള്ള തിരുവിതാംകൂറിലും കൊച്ചിയിലും അവർക്ക് തദ്ദേശീയരായുള്ള ആളുകളിൽ നിന്ന് കുറച്ചധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ കുറച്ച് കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് ഇവിടെ മൈസൂർ ഭരണാധികാരികളെ ആക്രമണങ്ങളും ഫലങ്ങളും. അപ്പൊ മൈസൂർ ഭരണാധികാരികൾക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ അവരെ നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. ഇപ്പൊ ഹൈദരലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷമാണ് 1760 എന്ന് പറയുന്നത്. ഇദ്ദേഹം ചുമ്മാ വന്നതല്ല. ഇദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചു. ആരാന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ ഭരണാധികാരിയായിട്ടുള്ള ആലി രാജ പുള്ളിനെ ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, കോലത്തുനാട് എന്ന് പറയുന്ന പ്രദേശവുമായിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഹൈദരാലിനെ ആര് ക്ഷണിച്ചു? കണ്ണൂരിലെ ഭരണാധികാരിയായിട്ടുള്ള ആലി രാജ ക്ഷണിച്ചു, അല്ലെ? അങ്ങനെ ആലി രാജയുടെ സഹായത്തോട് കൂടിയിട്ട് ഹൈദരാലി കോലത്തുനാട് കൊട്ടാരം പിടിച്ചെടുത്തു. അപ്പൊ ഒരു സ്ഥലം പിടിച്ചെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട്. ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ മലബാറിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം അവർ പിടിച്ചെടുത്തു. ഇതെല്ലാം മൈസൂർ സൈന്യം കീഴടക്കി. അപ്പൊ നോക്കുക, കോലത്തുനാടുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് കണ്ണൂരിലെ രാജാവ് ഹൈദരാലിയെ ക്ഷണിച്ചത്. അപ്പൊ കോലത്തുനാട് മാത്രമല്ല, കോട്ടയവും കടത്തനാടും കുറുമ്പ്രനാടും എല്ലാം തന്നെ
പിടിച്ചടക്കി. അങ്ങനെ മലബാറിലെ പ്രദേശങ്ങൾ കുറെ അവര് പിടിച്ചടക്കുന്നുണ്ട്. ആ പ്രദേശങ്ങൾ പിടിച്ചടക്കി അവരുടെ കീഴിലായാൽ പിന്നെ അവരെന്താ ചെയ്യാം, അവിടെ നികുതി പിരിക്കലും അവരുടേതായ ഭരണ പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തും. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗങ്ങളൊക്കെ കീഴടക്കിയതിനു ശേഷം അവര് രണ്ടാമത് ആക്രമണത്തിന് വന്നു ഹൈദരാലി. തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൈദരാലി രണ്ടാമത് ആക്രമണത്തിന് വന്നാണ് 1773 1773 ഹൈദരാലി വീണ്ടും ആക്രമിക്കാൻ വരുന്നു. കൊച്ചി എന്ത് ചെയ്തു? മൈസൂരിനെ പരമാധികാരം അംഗീകരിച്ചു. എന്നാൽ മൈസൂർ ആക്രമണത്തെ ശക്തമായിട്ട് എതിർത്ത് നിന്നു. മൈസൂർ ആക്രമണത്തെ ശക്തമായിട്ട് എതിർത്ത് നിന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ ആണ്. അപ്പൊ തിരുവിതാംകൂറുകാര് മൈസൂരിനെ അങ്ങോട്ട് അടുപ്പിച്ചില്ല, അവർ എതിർത്ത് നിന്നു. പക്ഷെ കൊച്ചി വരെ എത്താനും കൊച്ചിക്കാരെ കീഴടക്കാനും അല്ലെങ്കിൽ കൊച്ചിക്കാരെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കാനും വിധേയപ്പെടുത്താനും ആർക്ക് സാധിച്ചു? ഹൈദരാലിക്ക് സാധിച്ചു. ഓക്കെ. ഇനി ഹൈദരാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ. ഹൈദരാലിയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ടിപ്പുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു. ആ വർഷമാണ് 1788. ടിപ്പുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായും പിടിച്ചെടുത്ത വർഷമാണ് 1788. ഇനി ടിപ്പുവിന്റെ കേരളത്തിലെ ആസ്ഥാനമാണ് ഇത് ഫറൂഖ്. ടിപ്പുവിന്റെ കേരളത്തിലെ ആസ്ഥാനം ഏതാണ്? ഫറൂഖ് ആണ് ടിപ്പുവിന്റെ ആസ്ഥാനം. ഇനി ഇവര് ഇവിടെ പിടിച്ചെടുത്തു, ഒരു ആസ്ഥാനം ഒക്കെ ഉണ്ടായി. ഇവിടെ ഇനി എന്ത് ചെയ്യും? ഇവിടെ പുതിയ റവന്യൂ പരിഷ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തും. അപ്പൊ മൈസൂർ ഭരണാധികാരികള് മലബാറിൽ യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് 1773. ഹൈദരാലിയുടെ രണ്ടാം ആക്രമണം നടന്ന വർഷമാണ് 1773 അല്ലെ? അപ്പൊ ആ വർഷമാണ് പുതിയ റവന്യൂ പരിഷ്കാരം മൈസൂർ ഭരണാധികാരികള് മലബാറിൽ നടപ്പിലാക്കിയത്. അപ്പൊ ഉൽപ്പാദിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റവന്യൂ. മുൻപ് നിലനിന്നിരുന്ന സ്ഥിതി എന്ന് പറയുമ്പോൾ എത്ര ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതല്ല, ഒരു നികുതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഇന്ന് ഈ കൊല്ലം കൃഷി ചെയ്ത് എത്ര ഉണ്ടായാലും ശരി, ഇനി മഴ വന്ന് നിങ്ങളുടെ കൃഷി നശിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വരൾച്ച വന്ന് കൃഷി നശിച്ചു, എന്ത് വന്നാലും ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് സാധനം ഞങ്ങൾക്ക് തന്നിരിക്കണം. ആ ഒരു അവസ്ഥയായിരുന്നു. മൈസൂർ ഭരണാധികാരികൾ അതിൽ അഴവ് വരുത്തിക്കൊണ്ട് എത്രത്തോളം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അതിനടിസ്ഥാനമാക്കിയിട്ട് നികുതി കൊടുത്താൽ മതി എന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഈ ടിപ്പു സുൽത്താൻ ഇവിടെ അല്ലെങ്കിൽ ഹൈദരാലിക്ക് ഇവിടെ വന്ന് പിടിച്ചടക്കിയിട്ട് അവരെന്ത് ചെയ്യും? അവർ തിരിച്ചു പോകും. അവരുടെ പ്രതിനിധികളെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരാണ് അവിടെയുള്ള മറ്റ് നാട്ടുരാജ്യങ്ങളെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഉടമ്പടികളിൽ ഏർപ്പെട്ട് ഇത്ര നികുതി പിരിക്കാം, ഇന്നമാതിരി ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് അവരാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആരാണ്? അർഷാദ് ബെഗ്ഗാൻ. അർഷാദ് ബെഗ്ഗാൻ. അപ്പൊ ടിപ്പു സുൽത്താന്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായിട്ടും ഉടമ്പടിയിൽ ഏർപ്പെട്ട അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനാണ് ആര്? അർഷാദ് ബെഗ്ഗാൻ. ഇനി അതുപോലെ മലബാറിലെ രണ്ടാം നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് മിർ ഇബ്രാഹിം. മിർ ഇബ്രാഹിം എന്ത് ചെയ്തു? മിർ ഇബ്രാഹിം രണ്ടാം ഭരണപരിഷ്കാരം കൊണ്ടുവന്ന വ്യക്തിയാണ് കേട്ടോ. രണ്ടാം ഭരണപരിഷ്കാരം കൊണ്ടുവന്ന വ്യക്തിയാണ് മിർ ഇബ്രാഹിം. മിർ ഇബ്രാഹിം. മിർ ഇബ്രാഹിം എന്താ ചെയ്തത്? രണ്ടാം ഭരണപരിഷ്കാരം കൊണ്ടുവന്നു, രണ്ടാം നികുതി പരിഷ്കാരം കൊണ്ടുവന്നു. ഇനി മൈസൂർ ഭരണാധികാരികൾ എന്ത് ചെയ്തു? അവര് പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? അതൊക്കെ അവര് സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റി. ഇതൊക്കെ സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ അറിയാതെ ഇതിൽ ഇത്ര ടൺ സാധനം പുറത്തു പോകാൻ പാടില്ല അല്ലെ, അല്ലെങ്കിൽ അത് ഈ സർക്കാർ അറിയാതെ വ്യാപാരം നടത്താനായിട്ട് പാടില്ല. ആ രീതിയിൽ അത് സർക്കാരിനെ കുത്തകയാക്കി മാറ്റി. സർക്കാർ നേരിട്ടാണ് ഇതൊക്കെ വിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചന്ദനം, നമുക്ക് ചന്ദനം നമ്മുടെ മുറ്റത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വെട്ടി കൊടുക്കാൻ പറ്റുമോ? തേക്ക് നമുക്ക് വെട്ടി വിൽക്കാൻ പറ്റുമോ? ഇല്ല, ഗവൺമെന്റ് അനുമതി വേണം അല്ലെ. അപ്പൊ സർക്കാരിന്റെ കുത്തകയാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ മാറ്റി. അതുപോലെ അവർ ചെയ്ത മറ്റൊരു കാര്യമാണ് മലബാറിൽ നല്ല റോഡുകൾ ഉണ്ടാക്കി. ഇപ്പൊ മലബാറിലെ റോഡുകളിലെ തുടക്കക്കാരനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി
ടിപ്പു സുൽത്താനാണ്. നമ്മുടെ വയനാടൻ മലകളിലും അല്ലെ, അല്ലെങ്കിൽ മലബാർ മേഖലയിലൊക്കെ റോഡുകൾ ഉണ്ടാക്കിയ ആളാരാന്ന് ചോദിച്ചാല് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മൈസൂർ ഭരണാധികാരികള് നമ്മുടെ മലബാർ ആക്രമിച്ചു അവർ നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അതുപോലെ കൊച്ചി എന്ത് ചെയ്തു? കൊച്ചി അവരുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്നു. തിരുവിതാംകൂർ എതിർത്ത് നിൽക്കുന്നു. മലബാറിനെ മൈസൂരിന് അവരുടെ ആധിപത്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിന്റെ പേരിൽ അവരുടെ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ അവിടെ റോഡുകൾ ഉണ്ടാക്കുന്നു, അല്ലെ. അതുപോലെ കുറച്ച് കാര്യങ്ങൾ, പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് തുടങ്ങിയവയൊക്കെ സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ അവരോട് വരുത്തി. ഇനി ഈ സീനിലേക്ക് ആര് കടന്നു വരും? ഈ സീനിലേക്ക് ആര് കടന്നു വരും? നമ്മുടെ ഈ മൈസൂർ കിങ്ഡത്തെ അവിടെ വാഴാനായിട്ട്, മൈസൂർ ഭരണാധികാരികളെ വാഴാനായിട്ട് ആരും അനുവദിക്കില്ല, ബ്രിട്ടീഷുകാർ അനുവദിക്കില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇനി ആ ഭാഗം നമുക്ക് കാണാം. ബ്രിട്ടീഷുകാർ ആ ഏരിയയിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ നമുക്ക് നോക്കാനുള്ള കാര്യമാണ്. ഒന്ന്, അഞ്ച് തെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപമാണ് അഞ്ച് തെങ്ങ് കലാപം. ഇപ്പൊ തിരുവിതാംകൂറിലും കലാപവും നടന്നിട്ടുണ്ട്, അതുപോലെ മലബാറിലും പ്രധാനമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തിരുവിതാംകൂറിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ തിരുവിതാംകൂറിൽ നടന്ന അഞ്ച് തെങ്ങ് കലാപം എന്തിനു നടന്നു, എപ്പം നടന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. പ്രത്യേക നോട്ടായ, ഒന്ന് കമന്റ് ചെയ്തതിന് ഏത് വർഷമാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത്? 1697. 1697 മറക്കാതിരിക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് കുറെ കലാപങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, 1697 അല്ലെ ഏഞ്ചൽ? 1697. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളതാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കി. അതായത് കുരുമുളക് മൊത്തം അവരങ്ങോട്ട് എടുത്തു. ഞങ്ങൾ അങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് അവരെടുക്കാണ്. മനസ്സിലായോ? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ച് തെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് നമ്മുടെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുൻപേ പല പല പ്രദേശങ്ങളായിട്ടാണ് കിടന്നിരുന്നത്. അപ്പൊ മുന്നറിയപ്പെട്ടിരുന്ന ആ ഏരിയയിലെ പ്രധാന പ്രദേശം ഏതായിരുന്നു? വേണാടായിരുന്നു. വേണാട്. ഈ സ്ഥലങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒറ്റ രാജ്യമാക്കി എടുത്ത ആള് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പൊ അതിനു മുൻപ് ഈ സംഭവങ്ങളൊക്കെ മാർത്താണ്ഡവർമ്മയ്ക്ക് അധികാരത്തിൽ കയറുന്നതിന് മുൻപേ നടന്ന സംഭവമാണ്. 1695, 97 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോ ഈ വേണാട്ടില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ട് രാജാവ് ഒരു പണ്ടകശാല അല്ലെങ്കിൽ ഒരു ഗോഡൌൺ പണിയാനായിട്ടുള്ള സ്ഥലം കൊടുത്തിരുന്നു. അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചു തെങ്ങ്. ഈ അഞ്ചു തെങ്ങില് ഇംഗ്ലീഷുകാർക്ക് ഒരു വ്യാപാരശാലയും കോട്ടയും ഒക്കെ സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി, അഥവാ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി. അഞ്ചു തെങ്ങില് ഇംഗ്ലീഷുകാർക്ക് ഒരു വ്യാപാരശാല പണിതോ എന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുത്തു. അതുപോലെ ഈ കോട്ട പണി കഴിപ്പിക്കാനായിട്ട് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്തു. അത് അനുവാദം നേടിയെടുക്കാനായിട്ട് അതിനെ പുറകിൽ പ്രവർത്തിച്ച ബുദ്ധി ആരാന്ന് ചോദിച്ചാൽ ജോൺ ബ്രാബോൺ ആണ്. ജോൺ ബ്രാബോൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ് അഞ്ച് തെങ്ങ് കോട്ട പണി കഴിപ്പിക്കാനായിട്ട് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്തത്. ഓക്കെ, ഇനി 1684 പണ്ടകശാല തുറക്കുന്നതിനുള്ള അനുമതി നൽകിയത്. 1690 കോട്ട കെട്ടാനായിട്ടുള്ള അനുമതി കിട്ടി. അഞ്ച് തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷമാണ് 1695. ഈ കോട്ട പണിതതിന് ശേഷം ഈ സ്ഥലം അഞ്ചു തെങ്ങ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായിട്ട് മാറി. അപ്പൊ എന്തൊക്കെയാണ് കഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 1684 ഒരു പണ്ടകശാല തുറക്കുന്നതിനും 1690 ഒരു കോട്ട കെട്ടാനുള്ള അനുമതിയും അവർക്ക് നൽകി. ആരാണ് ഈ അനുമതി നൽകിയത്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ വേണാട് ഭരണാധികാരിയായിട്ടുള്ള ഉമയമ്മ റാണിയാണ്. അങ്ങനെ 1695 ഒരു അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ആ നാട്ടിലുള്ള ആളുകള് ഒരു കലാപം നടത്തുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. ആ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിന്റെ വ്യാപാര കുത്തക
ബ്രിട്ടീഷുകാര് സ്വന്തമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, കലാപം നടത്താനുള്ള കാരണം. അപ്പൊ കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. ഇത് രണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിച്ചു. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നു. കാരണം വ്യാപാര കുത്തക, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ളതാണ്. കോട്ട പണി കഴിപ്പിക്കാനായിട്ട് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രാബോൺ. ജോൺ ബ്രാബോൺ. ഓക്കെ ആണോ? നമ്മുടെ അഞ്ചുതെങ്ങ് കലാപം ഓക്കെ ആണോ? അഞ്ചുതെങ്ങ് കലാപം ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ കലാപത്തിന്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. യെസ്. നെക്സ്റ്റ് അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്താന്ന് നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപവും നടന്നത് ഈ പറയുന്ന നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് തന്നെയാണ് നടന്നത്. ഇതിന്റെ പ്രത്യേകത കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം എന്ന് എഴുതണം, അല്ലെ? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15. ഒന്ന് കമന്റ് ചെയ്ത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ഇതൊക്കെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അത് ആറ്റിങ്ങൽ കലാപം തരും, അഞ്ചുതെങ്ങ് കലാപം തരും, കുടിശ്ശിയ കലാപം തരും, ഇങ്ങനെയുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവോത്തര കാലഘട്ടം തരും. അപ്പൊ ഇതൊക്കെ കാലഘടന അനുസരിച്ചിട്ട് ഓർഡർ ആക്കി എഴുതാനൊക്കെ നമുക്ക് ചോദ്യം വരും. അല്ലെങ്കിൽ ഏത് വർഷമാണ് നടന്നതെന്നുള്ള ചോദ്യം ഒറ്റയ്ക്കും വരാം. ഓക്കെ, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. ഇതിന്റെ കാരണം ഒന്ന് വൻതോതിലുള്ള അഴിമതി, അല്ലെ? കമ്പനി ഭരണം നടക്കാണ്. വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. എന്താണ് കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്? ഇതൊക്കെയാണ് ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അല്ലെ? ഈ കലാപം പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ എന്താണ് കാരണം? ഓൾറെഡി അവിടുത്തെ നാട്ടുകാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അവർ നല്ല രീതിയിൽ അവിടുത്തെ ആളുകൾ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു കലാപം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടല്ലോ. ആ കാരണം എന്താന്ന് ചോദിച്ചാല്, ബ്രിട്ടീഷുകാര് ആറ്റിങ്ങൽ റാണിക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില പാരിതോഷികങ്ങൾ കൊടുക്കും, ചില ഗിഫ്റ്റുകൾ കൊടുക്കും. ഇത് അവർ കൊടുത്തു വിട്ടിരുന്നത് പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെയാണ്. നിങ്ങൾ 8 വീട്ടിൽ പിള്ളമാർന്ന് കേട്ടിട്ടുണ്ടോ? 8 വീട്ടിൽ പിള്ളമാർന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ ഓരോ ഏരിയ തിരിച്ച് നികുതി പിരിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്താനും വേണ്ടി ഏൽപ്പിച്ചിരുന്ന ആളുകളാണ് ഈ 8 വീട്ടിൽ പിള്ളമാര്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ കയറിയപ്പോ 8 വീട്ടിൽ പിള്ളമാരുടെ സ്വാധീനം എല്ലാം പുള്ളി അവസാനിപ്പിച്ചു. അവരെയൊക്കെ പിടിച്ചു കെട്ടി അവരുടെ വീട് കുളം കോരി, അതായത് വീട് നിന്ന സ്ഥലം കോരി കുളം കോരി. അങ്ങനെയാണ് കുളംകോരി എന്നുള്ളൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പിള്ളമാരാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് രാജാവിന്റെ താഴെ. അപ്പോ ഈ പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായുള്ള പിള്ളമാരിലൂടെയാണ് സാധാരണയായിട്ട് റാണിക്ക് സമ്മാനങ്ങൾ കൊടുത്തുവിട്ടിരുന്നത്. പക്ഷെ അതിന് പകരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവര് 140 സൈനികരുടെ അകമ്പടിയോടെ നേരിട്ട് റാണിക്ക് ഈ പറയുന്ന സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയി. പക്ഷെ അത് അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രദേശവാസികൾ എന്ത് ചെയ്തു? ഇതിനെതിരെ ബ്രിട്ടീഷ് പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി. അതാണ് ആറ്റിങ്ങൽ കലാപം. അതായത് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങളുമായി പോയ 140 ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാരെ ഏറ്റുമുട്ടിയ സംഭവമാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ആറ്റിങ്ങൽ കലാപമായിട്ട് അറിയപ്പെടുന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ്, അല്ലെ? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഇനി ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക. അഞ്ചുതെങ്ങ് കോട്ട പണിത വർഷം 1695. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇവിടെ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന വർഷം
1721. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഈ ആറ്റിങ്ങൽ കലാപം അത്യാവശ്യം ശക്തമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ ഈ വേണാടുള്ള സൈന്യം, അവരുടെ സൈന്യം പോരാതെ ആൾക്കാരെ ഇറക്കി. എവിടെ നിന്ന് ഇറക്കി? തലശ്ശേരിയിൽ നിന്ന്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഇനി ഈ ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തുള്ള വേണാട് രാജാവ് ആരാണ്? ആദിത്യവർമ്മ. നമ്മൾ ഈ 2021 ഏപ്രിൽ 15 300ാമത്തെ വാർഷികം ഇതിന്റെ ആഘോഷിച്ചു. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300ാം വാർഷികം, അതായത് 1721 നടന്നാണല്ലോ 300ാം വാർഷികം നമ്മൾ ആചരിച്ചു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇത് വർഷം ഏപ്രിൽ 15. കലാപത്തിന് കാരണം അഴിമതിയുണ്ട്, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. പക്ഷെ ആ ഒരു കലാപം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റീസൺ, പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങളുമായിട്ട് കൊണ്ടുപോയ ബ്രിട്ടീഷുകാരെ നാട്ടുകാര് കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ പ്രദേശവാസികൾ അവരെ ആക്രമിച്ചു. അതാണ് ആറ്റിങ്ങൽ കലാപം. ഈ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ജനങ്ങളെ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാര് എവിടെ നിന്നാണ് സൈന്യത്തെ കൊണ്ടുവന്നത്? തലശ്ശേരിയിൽ നിന്നുള്ള സൈന്യത്തെ കൊണ്ടുവന്നു. ഇനി ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തുള്ള വേണാട് ഭരണാധികാരിയാണ് ആര്? വേണാട് ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ഓക്കെ, നമ്മൾ 2 കലാപം പഠിച്ചു അല്ലെ? അഞ്ചുതെങ്ങ് കലാപവും പഠിച്ചു, ആറ്റിങ്ങൽ കലാപവും പഠിച്ചു. അടുത്തതായിട്ട് ഇനി വേണാട് ഉടമ്പടിയാണ്. ഈ ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ഥിതിഗതികളൊന്ന് ശാന്തമാക്കണം. അതിനുവേണ്ടി നിലയിൽ വന്ന ഉടമ്പടിയാണ് ഇത്, വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്, വേണാട് ഉടമ്പടി. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിലൊക്കെ വേണാട് ഉടമ്പടി ചോദിക്കാറുണ്ട്. വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1721. 23 അല്ലെ? 1723 എന്ന് പറഞ്ഞാൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. നമ്മൾ കുറെ വർഷങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? കുറെ വർഷങ്ങൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. നമ്മൾ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഈ വർഷങ്ങളൊക്കെ നമുക്ക് ഉറക്കും. വേണാട് ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ഏതുറക്കത്തിൽ നിങ്ങൾ വിളിച്ചു പറയും? 1723. ഈ 1723 വേണാട് ഉടമ്പടി, അതെ മെൽവി, അത് ഓക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരനായിട്ടുള്ള അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് അല്ലെ? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നിട്ടാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി. അവര് കോഴിക്കോട് സാമൂതിരിയുടെ അടുത്തല്ല ഒപ്പുവെച്ചത്, കൊച്ചി രാജാവിന്റെ അടുത്തല്ല ഒപ്പുവെച്ചത്, കോലത്ത് നാട്ടിലെ കോലത്ത് നാട്ടിലെ രാജാവിന്റെ അടുത്തല്ല അവർ ഒപ്പുവെച്ചത്. അവര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് നാട്ടുരാജ്യവുമായിട്ടാണ് ആദ്യമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്? വേണാടുമായിട്ടാണ് ഒപ്പുവെക്കുന്നത് അല്ലെ? വേണാടുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്. ഇപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ മാർത്താണ്ഡവർമ്മ അന്ന് തിരുവിതാംകൂറിന്റെ രാജാവായിട്ട് മാറിയിട്ടില്ല. പുള്ളിക്ക് അന്ന് പ്രായമായിട്ടില്ല അത് ഏറ്റെടുക്കാനായിട്ട്. പക്ഷെ അദ്ദേഹം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രായമായിട്ടില്ലെങ്കിലും അദ്ദേഹം അധികാരം ഒഫീഷ്യലി ഏറ്റെടുക്കുന്നതിന് മുൻപേ പുള്ളി തന്നെയാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഇതിനകത്ത് ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മ ഭരണത്തിൽ കയറുന്നത് 1729 കേട്ടാ. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ കയറുന്നത്. 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഈ ഉടമ്പടി പ്രകാരം ഇതിൽ എന്ത് തീരുമാനിച്ചു? ഈ ഉടമ്പടി പ്രകാരം പോയി നമ്മളെ ഏറെ പിടിച്ചതൊക്കെ പോയി. എന്ത് ചെയ്തു? ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കുമെന്നും, എന്ത് നമ്മുടെ ചെലവിൽ കേട്ടാ, ബ്രിട്ടീഷുകാർക്ക് കോട്ട കെട്ടിക്കൊടുക്കുമെന്നും കോട്ടയ്ക്ക് വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും കമ്പനി നൽകാമെന്ന് സമ്മതിച്ചു.
നമ്മളൊരു കോട്ട കെട്ടി കൊടുക്കുന്നു, അവിടെ പീരങ്കികളും വെടിക്കോപ്പും ഒക്കെ കമ്പനി നൽകും. അങ്ങനെ ഒരു തീരുമാനമാക്കി വേണാട് ഉടമ്പടി പ്രകാരം. ഇനി പിള്ളമാരും മാടമ്പിമാരും അവരാണ് പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ പറഞ്ഞു. അവിടെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് അവരാണ്. കാരണം ഇവരാണ് നികുതി പിരിക്കുന്നത്, ഇവരാണ് വലിയ കാര്യക്കാരായിട്ട് നടക്കുന്നത്, പ്രമാണികളായിട്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചമർത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധത അലക്സാണ്ടർ ഓം 1723 ഓഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിച്ചു. ഏത് രാജാവിനെ? നമ്മുടെ മാർത്താണ്ഡവർമ്മയെ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മഹാരാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയെ അറിയിച്ചു. ഈ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. ഈ പിള്ളമാരെയൊക്കെ വീട് കുളംകോരി അവരൊക്കെ ഒഴിവാക്കി പിള്ളമാരും മാടന്മാരും അടിച്ചമർത്തലാണ് പുള്ളി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. എന്നിട്ട് ആളത് ഏകീകൃത തിരുവിതാംകൂറിന് രൂപം കൊടുത്തു. നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂർ രാജാക്കന്മാര് പഠിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഈ പിള്ളമാരെയും മാടമ്പിമാരെയൊക്കെ അമർച്ച ചെയ്യാനായിട്ട് എല്ലാ സഹായങ്ങളും ആര് വാഗ്ദാനം ചെയ്തു? അലക്സാണ്ടർ റോം വാഗ്ദാനം ചെയ്തു. അത് പോരാണ്ട് എന്ത് ചെയ്തു? 1726 ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരികൾ കൊടുത്തു, അല്ലെ? അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കിയെടുക്കുക. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് പറയുന്നത് ഏതാ? അഞ്ചുതെങ്ങ് കലാപം, അല്ലെ? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് 1721. അപ്പൊ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം, സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമായിരുന്നു. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ വേണാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്ത് നടന്ന 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് മലബാറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മലബാറിൽ ആരുണ്ടായിരുന്നു? മലബാറിൽ ഓൾറെഡി യെസ്, അർച്ചന ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലബാറിൽ ഓൾറെഡി നമ്മുടെ ബ്രിട്ടീഷുകാർ ഓൾറെഡി നമ്മുടെ മൈസൂർ കിങ്ഡം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ മലബാറിന്റെ പ്രത്യേകത, മലബാറില് ഈ മൈസൂർ കിങ്ഡത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴശ്ശിരാജ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഓക്കെ, പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ച് ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിരാജയും കൂടിയിട്ട് അവിടുന്ന് മൈസൂരുകാരെ തുരത്തി. അപ്പോ ഈ ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിരാജയും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം മൈസൂർ കിങ്ഡത്തിനെ ഇവിടുന്ന് തുരത്തി കഴിയുമ്പോൾ പഴശ്ശിരാജാവിന് എന്ത് കൊടുക്കാം? നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഈ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പാലം കടക്കുന്നവരെ നാരായണ, അല്ലെ? പാലം കടന്നാൽ നമ്മൾ പറയില്ലേ, അതുപോലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പഴശ്ശിരാജയ്ക്ക് നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തില്ല. അത് പഴശ്ശിരാജയുടെ ഉള്ളില് ആരെ സൃഷ്ടിച്ചു? ഒരു വിപ്ലവകാരനെ സൃഷ്ടിച്ചു, അതായത് ഒരു ദേശസ്നേഹിനെ സൃഷ്ടിച്ചു. അപ്പൊ പഴശ്ശിരാജയ്ക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവരോട് തുരത്തണമെന്ന് പഴശ്ശിരാജയ്ക്കുള്ള ഒരു ബോധം ഉണർന്നു. അപ്പൊ അങ്ങനെയാണ് പഴശ്ശി വിപ്ലവം ഉടലെടുക്കുന്നത്. ഇപ്പൊ മലബാറില് ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് ഇത്. പഴശ്ശി വിപ്ലവം വളരെയധികം വളരെ ശക്തമായിരുന്നു. വളരെയധികം ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയ ഒന്നായിരുന്നു. പഴശ്ശിരാജൻ ഒരു വീരപുരുഷനായിട്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ പോലും ഈ വിപ്ലവത്തിന് അവസാനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ. കണ്ട, അഥവാ നമ്മൾ പറയും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയും. ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായുള്ള കാരണം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്ത, ഈ കോട്ടയം എന്ന് പറയുന്നത് മലബാറിലുള്ള കോട്ടയമാണ് കേട്ടാ. കോട്ടയം നമ്മുടെ കേരളത്തിലെ തെക്കുള്ള കോട്ടയമല്ല, മലബാറിലെ കോട്ടയമാണ്. കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു നമ്മുടെ പഴശ്ശിരാജ.
അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരെ മൈസൂരിനെതിരെയുള്ള യുദ്ധത്തിൽ സഹായിച്ചാൽ നികുതി പിരിക്കാനുള്ള അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കൊടുത്തില്ല. പുള്ളിയുടെ അമ്മാവന് കൊണ്ട് കൊടുത്തു. അത് വേറൊരു വ്യക്തിക്കാണ് ഈ പറയുന്ന അവകാശം കൊടുത്ത്. അതുകൊണ്ട് തന്നെയാണ് പഴശ്ശിരാജ എതിർത്തത്. ഇപ്പൊ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ടുള്ള ഒരു പ്രേരിപ്പിച്ചു. അതിനു കൂടെ വയനാടിന് മേല് ബ്രിട്ടീഷുകാര് അവകാശവാദം ഉന്നയിച്ചു. വയനാടിന് മേല് അവകാശവാദം ഉന്നയിച്ചു. അപ്പൊ ഒന്ന് നികുതി പിരിക്കാനുള്ള അധികാരത്തിന്റെ പ്രശ്നം, രണ്ട് വയനാടിന് മേല് അവകാശവാദം ഉന്നയിച്ചു. ഇനി പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവിന്റെ പേരാണ് കോട്ടയം കേരളിവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മുഴുവൻ പേരാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിന് പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. പുരളിമലയാണ് പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല. പുരളിമലയാണ്. ഈ പുരളിമല ഇന്ന് ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് തലശ്ശേരി താലൂക്ക്. ഇനി പുരളിശെമ്മൻ എന്ന പേരിൽ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്നു. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തിയാണ് ഹരിശ്ചന്ദ്ര പെരുമാൾ. ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. അതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ അഥവാ കൊട്ടിയോട്ട് രാജ എന്നാണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു പോയ ചോദ്യമാണ്. SC ആയിട്ടിലൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ അഥവാ കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചത് കേരള സിംഹം എന്നാണ്. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പുരളിശെമ്മൻ. എത്ര പേര് പഠിച്ചു അദ്ദേഹത്തെ കുറിച്ച്? ഇത്രയധികം പേരുകൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. ഇന്നത്തെ തലശ്ശേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ട് വിപ്ലവങ്ങളാണ് പഴശ്ശിരാജയുടെ കാലഘട്ടത്തിൽ നടന്നത്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് പ്രധാനമായിട്ടും രണ്ട് വിപ്ലവങ്ങളാണ്. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം നോട്ട് ചെയ്യുക. 1793-97. 1793-97 കാലഘട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം. 1793-97. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അതിന്റെ അനന്തരഫലമൊക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഓക്കെ. ഈ ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് 1792 നടന്ന കാര്യമാണ്. ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് 1792 നടന്ന കാര്യമാണ്. ഈ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കാണ്? കുറുമ്പറനാട്ടെ വീരവർമ്മയ്ക്കാണ്. ഇത് പഴശ്ശിരാജയുടെ ഒരു ബന്ധു തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ശ്രീരംഗപട്ടണം സന്ധി എന്ന് സംശയം ഉണ്ടാവും. അതായത് ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഓക്കെ. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. അങ്ങനെ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് മൂന്നാമത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി, അതായത് ടിപ്പു സുൽത്താന്റെ മൈസൂറിന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. അത് 1792 ഒപ്പുവെച്ചു. അങ്ങനെ ആ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മൈസൂര് ആർക്ക് വിട്ടുകൊടുത്തു? അല്ല, മൈസൂരല്ല, മൈസൂർ കിങ്ഡം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ട് മാറി. മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ
അധീനതയിലായി തീർന്ന സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി അല്ലെ? ഇപ്പൊ ശ്രീരംഗപട്ടണം സന്ധി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചു? ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിൽ, അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ തമ്മിലാണ് ഒപ്പുവെച്ചത്. അപ്പൊ ഈ യുദ്ധത്തില് ബ്രിട്ടീഷുകാരുടെ കൂടെ ആര് നിന്നിട്ടുണ്ട്? പഴശ്ശിരാജ നിന്നിട്ടുണ്ട്. പഴശ്ശിരാജയ്ക്ക് നികുതി പിരിക്കാനുള്ള അവകാശം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി കൂടെ നിന്നത്. പക്ഷെ പുള്ളിക്ക് കൊടുക്കേണ്ടത് ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർ കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്ക്. പഴശ്ശിരാജയ്ക്ക് സഹിക്കുവോ? സഹിക്കില്ല. അപ്പൊ അങ്ങനെ പഴശ്ശിരാജ അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് മാറാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു നേതാവിനെ കൂടി കിട്ടിയത്. അതുകൊണ്ടാണ് അപ്പൊ പഴശ്ശിരാജയ്ക്കൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായിട്ട് എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങള്, മാപ്പിളമാര്, ഗോത്ര ജനത. ഹിന്ദുസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, ഗോത്രവർഗക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ? നായന്മാരുണ്ട്, മാപ്പിളമാരുണ്ട്, ഗോത്ര ജനതയും ഉണ്ട്. ഓക്കെ. ഇതിനിടയിൽ പഴശ്ശിരാജാവ് എന്ത് ചെയ്തു? 1795 ജൂൺ 28 അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി. ഇവിടെ എല്ലാ നികുതിപ്പരവും നിർത്തിവെച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് ഒരു നികുതിയും പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഓർഡർ അങ്ങോട്ട് ഇട്ടു അല്ലെ? ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഓർഡർ ഇട്ടത്. അതുപോലെ കലാപകാരിയാണെന്ന് ബ്രിട്ടീഷ് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇരുവഴിനാട് നമ്പ്യാര്. അവരിൽ ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകി. അപ്പൊ ബ്രിട്ടീഷുകാർ കലാപകാരി എന്ന് വിളിച്ചൊരു വ്യക്തിക്ക് പഴശ്ശിരാജ അഭയവും നൽകി, എല്ലാ നികുതിപ്പരവും നിർത്തിവെച്ചു എന്നും പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തി. ബ്രിട്ടീഷുകാർ ഒബ്വിയസ്ലി അവർ വെറുതെ ഇരിക്കില്ല. അവര് എന്ത് ചെയ്തു? 1795 ഏപ്രിലില് ലഫ്റ്റനന്റ് ഗോർഡന്റെ കീഴില് അവര് ഒരു കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാനായിട്ട് ശ്രമമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് അതിന് സാധിച്ചിരുന്നില്ല. അപ്പോ പഴശ്ശിരാജാവ് എന്ത് ചെയ്തു? വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങി ഒളിപ്പോരിൽ ഏർപ്പെട്ടു. ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധം. ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ കൂട്ടത്തെ പെട്ടെന്ന് ആക്രമിക്കുക, അതിന് പെട്ടെന്ന് പിൻവാങ്ങി പോവാ. എവിടെന്നാ ഇത് വന്നത്, എവിടേക്കാ പോയെന്നൊന്നും നമുക്കറിയില്ല അല്ലെ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നില്ലേ? അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയെന്ന് ചിലപ്പോൾ അവിടെയുള്ളവർക്ക് മനസ്സിലായി ഉണ്ടാവില്ല. നമ്മുടെ ഒളിപ്പോരല്ല, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു അല്ലെ? നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തൊരു കാര്യമാണ് അല്ലെ? ഇത്ര സ്ഥലങ്ങളൊക്കെ ആക്രമിച്ചതൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ ഇന്ത്യ പറയുകയുണ്ടായി അല്ലെ? അപ്പൊ വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങിയിട്ട് അവർ ഒളിപ്പോരിൽ ഏർപ്പെട്ടു. 1796 ജൂണില് കുറ്റ്യാടി വഴിയുള്ള ഗതാഗതമൊക്കെ അദ്ദേഹം നിർത്തിച്ചു. കുറ്റ്യാടി വഴി ആര് പോയാലും അവരെ അതിൽ കൂടെ കടത്തിവിടില്ല അല്ലെ? ഇവർ ഗറില്ല പാറാണ്, എവിടെ നിന്നാണ് ആക്രമണം വരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഗതാഗതവും അദ്ദേഹം നിർത്തിച്ചു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവര് പഴശ്ശിരാജാവുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്നും നിരോധിച്ചുകൊണ്ട് 1795 ഡിസംബർ 18 ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. അതായത് ആരും പഴശ്ശിരാജാവുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു വിളംബരം അങ്ങോട്ട് പുറത്തിറക്കി. അങ്ങനെ ഒന്നാം പഴശ്ശി കലാപത്തില് മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പഴശ്ശിരാജ ശ്രമം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യം മൈസൂരിനെതിരെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ആളാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷുകാരെതിരായപ്പോ പുള്ളി വീണ്ടും പോയിട്ട് മൈസൂരിനെ വിളിച്ചു. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി. ഓക്കെ, അത് വിജയിച്ചൊന്നുമില്ല. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജാവിനെതിരെ പട നയിച്ച പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സേനാ തലവന്മാരാണ് ലഫ്റ്റനന്റ് ഗോർഡൻ കേണൽ ഡോവും മേജർ കാമറൂണും. ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് രാജാവിനെതിരെ പട നയിച്ച ആൾക്കാർ ആരൊക്കെയാ? ലഫ്റ്റനന്റ് ഗോർഡൻ കേണൽ ഡോവും മേജർ കാമറൂണും. ഓക്കെ, ഈ മേജർ കാമറൂണിന്റെ ഒരു സൈന്യത്തിനെ 1797 മാർച്ച് 18 പെരിയ ചുരത്തിൽ വെച്ചിട്ട് പഴശ്ശിപട ആക്രമിച്ചു. അപ്പൊ മേജർ കാമറൂൺ ഇവർക്കെതിരെ പട നയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു സൈന്യത്തെ നേരെ പെരിയ ചുരത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചു. അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ വേണ്ടിയിട്ട് പഴശ്ശി രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരായിട്ട് നിന്ന വ്യക്തിയാണ് ചിറക്കൻ രാജാവ്. ഇത് അവസാനിക്കണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? അപ്പോ ഒരു ഇടനിലക്കാരനായിട്ട് നിന്ന് ഈ വിപ്ലവം അവസാനിക്കാനായിട്ട് ചിറക്കൻ രാജാവ് നേതൃത്വം കൊടുത്തു. ഓക്കെ, ഒന്നാം പഴശ്ശി വിപ്ലവം മനസ്സിലായോ? കാലഘട്ടം ഒന്ന് പറഞ്ഞേ.
1793 മുതൽ എൻ്റെ ഒപ്പം പറയാ 1793 മുതൽ 97 വരികയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. 1792 ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം വാഗ്ദാനം ചെയ്തതുപോലെ പഴശ്ശിരാജയ്ക്ക് കൊടുത്തില്ല. അത് കുറുബ്രനാട്ടെ വീരവർമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർ എതിർത്തു. പഴശ്ശിരാജയോടൊപ്പം എതിർക്കാനായിട്ട് നിന്ന ആളുകളാണ് നായർ സമുദായങ്ങളും മാപ്പിളമാരും ഗോത്രജനതയും. ഇനി പഴശ്ശിരാജയെ കൊട്ടാരത്തിൽ പിടികൂടാനായിട്ട് ബ്രിട്ടീഷുകാർ ഒരു ശ്രമം നടന്നില്ല. പിന്നീട് പഴശ്ശിരാജ വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങുന്നു. അവിടെ ഗറില്ല വാറിൽ ഒളിപ്പോരിൽ ഏർപ്പെടുന്നു. പിന്നെ കുറ്റ്യാടിയിലൂടെയുള്ള ഗതാഗതങ്ങളൊക്കെ അദ്ദേഹം നിർത്തിവെക്കുന്നുണ്ട്. പഴശ്ശിരാജയുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷുകാർക്കെതിരെ മൈസൂരുകാരുമായിട്ട് ചേർന്ന് ഒരു ശ്രമം അവർക്കെതിരെ നീങ്ങാനായിട്ട് പഴശ്ശിരാജ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജാവിനെതിരെ പട നയിച്ച ബ്രിട്ടീഷ് സേനയുടെ തലവന്മാരാണ് ലഫ്റ്റനന്റ് ഗോർഡൻ കേണൽ ഡോവും മേജർ കാമറൂണും. 1797 മാർച്ച് 18 പെരിയ ചുരത്തിൽ വെച്ചിട്ട് മേജർ കാമറൂണിന്റെ സൈന്യത്തെ പഴശ്ശിപട ആക്രമിക്കുന്നുണ്ട്. ഇനി പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്ന വ്യക്തിയാണ് ചിറക്കൻ രാജാവ്. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്താൻ തോന്നുന്നു. കാരണം രണ്ടാം വിപ്ലവം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവസാനിക്കില്ല അല്ലെ. ഇനി പഴശ്ശിയുടെ രണ്ടാമത്തെ വിപ്ലവം അതിന് കുറച്ച് മിസിലേനിയസ് ഫാക്ട് കൂടി നമുക്ക് പറയാനുണ്ട്. അതിന്റെ കൂടെ കുറിച്യ കലാപം കൂടി നമുക്ക് പറയാനുണ്ട്. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കഴിയും. അപ്പൊ നമ്മൾ പോർച്ചുഗീസ്, നമ്മുടെ കോഡ ബീഫെ നമ്മൾ പഠിച്ചു അല്ലെ. പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. അപ്പൊ ഈ എല്ലാ ആളുകളുടെയും വരവും അവർക്കെതിരെ കേരളത്തിലുണ്ടായ എതിർപ്പുകളും ഒക്കെ എല്ലാം അതിലൂടെ നമ്മൾ പഠിച്ചു കഴിയുന്നു അല്ലെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. പുതിയതായിട്ട് ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും സ്വാഗതമുണ്ട്. അവർക്ക് എന്തെങ്കിലും മനസ്സിലാവണില്ല, എന്തെങ്കിലും സ്പീഡ് കൂടുന്നുണ്ട്, ഒപ്പം എത്തുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക.